ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശ്രീമാൻ ഷാജി സാറോട്. അവധിക്കാല ബ്ലോക്ക് തല ഉദ്ഘാടന അധ്യക്ഷൻ നിങ്ങളുടെ ഏറ്റവും ലീഡറിനായിട്ടുള്ള കൂട്ടായ്മ ഔപചാരികമായി ചെയ്ത അഗളി ബ്ലോക്ക് വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ പ്രവർത്തകർ ഈ ഒരു കൂട്ടായ്മ നേതൃത്വം കൂട്ടായ്മയും അതുപോലെ തന്നെ സജീവമാക്കാൻ വേണ്ടി ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. അട്ടപ്പാടിയിലെ കാല പരിശീലനത്തിൽ ഇതുപോലൊരു വേദിയിൽ ആയിട്ടാണെങ്കിൽ 2010 ജൂൺ 23 പ്രവേശിക്കുന്നത്. അത് അട്ടപ്പാടിയിലായിരുന്നു. കോട്ടമല GLPSലാണ് എൻ്റെ സർക്കാർ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട രവി റോയ് മാഷും അതുപോലെ ശിവകാമി ഉൾപ്പെടെയുള്ള ഒരു അധ്യാപകനാണ് എൻ്റെ സർക്കാർ ഈ ജോലിയിൽ പ്രവേശിച്ച് രണ്ടാമത്തെ ആഴ്ച തന്നെ SSKയുടെ റിസോഴ്സ് സംഘമായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. അന്ന് RP ആയി പ്രവർത്തിച്ച് എല്ലാ വർഷവും ഇപ്പോൾ ഇവിടെ ഈ വേദി ഈ ഒരു സംഘത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് ഒരുപാട് പ്രത്യേകിച്ച് സജീവ് മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട RP-മാര് കഴിഞ്ഞ ആഴ്ച 5 ദിവസം പാലക്കാടിന്റെ ഒരു 44 ഡിഗ്രി ചൂടിൽ സുൽത്താൻപേട്ടയിലും അതുപോലെ തന്നെ മറ്റുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് ചൂടും അതിന്റെ വൈഷമ്യാവസ്ഥയും അനുഭവിച്ച് അവിടെ നിന്നുള്ള എല്ലാ വിഭവങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് ആശയമില്ലാതെ തന്നെ ഇവിടെ നൽകുമെന്ന കാരണം നമുക്കിപ്പോ ചൂടില്ല അല്ലെ, ചൂടില്ല അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മന്ത്രമൊന്നും ചെയ്തിട്ടൊന്നല്ല, ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു പരിശീലനം കൊടുക്കും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അധ്യാപക സമൂഹം എന്നുള്ളത് ഗിരീഷ് മാഷ് ഒരു പ്രയോഗിച്ചു. ഇനി നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞത്. 5 ദിവസം ആക്ച്വലി നമ്മൾ എന്താണോ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി നമ്മുടെ റിസോഴ്സ് നമ്മുടെ കൈവശമുണ്ട്, അതിന് നമുക്ക് സമയവുമുണ്ട്. അത് ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പിലാക്കുന്നു എന്നതിന് സാക്ഷ്യമാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക്. അതുപോലെ SSLC 2 സ്കൂളുകൾ മാത്രമാണ് 98.something, ബാക്കിയുള്ള എല്ലാ സ്കൂളുകളും 100% പരാജയപ്പെട്ടിട്ടുള്ളൂ. അത് ആ ഒരു കൈ കൊടുത്താൽ പോരാ. ഇവിടെ ഒരു പ്രവർത്തനം ആസ്പിരേഷൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അട്ടപ്പാടി പൊതുവിദ്യാഭ്യാസ വകുപ്പും SSKയും നോക്കുന്നത് ഒരു മൈക്രോ ലെൻസിലൂടെയാണ്. ഇവിടെയുള്ള എല്ലാ പഠിച്ചകളും കൃത്യമായിട്ട് കാണുകൊണ്ടോ തന്നെ ഏറ്റവും രീതിയിലാണ് ഇവിടെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കുന്നത്. 3ാം ക്ലാസ്സിലെ 1, 3, 5, 7 ക്ലാസ്സുകളുടെ കാര്യം പലപ്പോഴും കുട്ടികൾ മാത്രമാണ് പലപ്പോഴും ഈ ക്ലാസ്സിൽ പുതുതായി വരാറുള്ളത്, താഴെത്തട്ടുന്ന് വരാറുള്ളത്. ചെറിയ സ്കൂളുകളാണെങ്കിൽ ഒരിക്കലും പുതിയ കുട്ടികളല്ല, അറിയാം. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ നമുക്കറിയാം പുസ്തകവും എന്താണ് പുതിയ, നമ്മുടെ മുമ്പിലോട്ട് വരുന്ന മക്കളും എന്താണ് പുതിയത്. ഈ 2 പുതിയതിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ജൂൺ 3-ാം തീയതിയിലെ പ്രവേശനത്തിന്റെ ഭാഗമായി നമുക്ക് എന്താണോ കൺവേ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിച്ചം ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മളെങ്ങോട്ട് നമ്മുടെ സ്കൂളിലോട്ട് നമ്മൾ പോകുന്നു. ഇവിടെ ഇന്ന് തുടങ്ങുന്ന ദിവസം നമ്മൾ പരിശീലകരുമാണ്, ഒപ്പം നമ്മൾ എന്താണ് പരിശീലിക്കപ്പെടുന്നവരുമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും എന്താണ് മനസ്സിലാക്കുന്നത്. ജൂൺ 3 നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്കുള്ള ട്രെയിനിങ്. ഇന്നത്തെ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താണ് പരിശീലിക്കപ്പെടുന്നതാണ്. പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ നേരത്തെ പറയുകയല്ലേ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പല കാര്യങ്ങളെയും നമ്മുടെ
പഠിച്ചിരുന്ന കുട്ടികൾ അല്ലേ. നമ്മൾ തമാശക്ക് പറയാറുണ്ട് ഈ ഗ്രൂപ്പ് ഒറ്റയ്ക്ക് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നൊക്കെ വെറും വാക്കായി പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൊച്ചുകുട്ടിക്ക് അങ്ങനെയുള്ള നമ്മളെക്കാൾ മുമ്പേ നടക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ മുമ്പേ നടക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും അവർക്കൊപ്പം നടക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ഭാഗത്തു നിന്നും ഉണ്ടാകണമെങ്കിൽ മാറി വരുന്ന ഈ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. കേരളത്തിലെ അധ്യാപക പറയുന്നത് നമുക്കറിയാം, പറഞ്ഞ സമൂഹത്തിന്റെ കൂടെ നടക്കുന്ന സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചിന്തയുടെ പിൻപറ്റി കൊടുക്കുന്ന അധ്യാപക സമൂഹമാണ് ഏറ്റവും മേന്മയുള്ള റിസോഴ്സ് കൊടുക്കാൻ സാധിക്കുന്ന അധ്യാപക സമൂഹം. അത് ഉണ്ടാകാനുള്ള കാരണം നമുക്ക് അറിയാം. ഇതേപോലെയുള്ള നമ്മുടെ പരിശീലനം നടക്കുന്നു. ആദ്യകാലത്ത് 4 ദിവസങ്ങൾ ഉൾപ്പെടുത്തിയുള്ള LP തലത്തിൽ ഹൈസ്കൂൾ തലത്തിൽ നടക്കുന്നു. ഒപ്പം ഇതിന് 4-5 സെമസ്റ്ററുകൾ ഒരു വർഷം. ഇതെല്ലാം നമ്മുടെ കൈവശം ഒന്നിനെ നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിച്ചു അല്ലെ പക്ഷേ നമ്മൾ കുറെ സ്വയം പ്രകാശ അല്ലെ അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് നമ്മുടെ കർമ്മപദത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ആകണം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളത് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പരിശീലന പോകാൻ ഈ ഒരു കാല പരിശീലനം നമ്മുടെ സർക്കാർ കേരളം വിഭാവനം ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു പരിപാടിയായിട്ടല്ല, ഒരു വർഷത്തേക്കുള്ള പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്യുന്നത്. അത് എത്ര സൂക്ഷ്മതയാണ് നമ്മുടെ സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം 3 മണി മുതൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ DG സാർ ഉൾപ്പെടെ 5-10 വരെ നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ടായത്. ആ സമയം വരെ ഇതിനോട് ചേർന്ന് നിൽക്കാനും സംസാരിക്കാനും നമ്മുടെ അധികാരത്തിലിരിക്കുന്നവർ കാണിച്ചുള്ള ഒരു ശ്രദ്ധ എത്ര വലിയ പ്രാധാന്യമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് തെളിവാണ്. ആ വർഷത്തിലേക്കുള്ള ഒരു കർമ്മപദ്ധതിയായിട്ട് ഈ പരിശീലന പരിപാടി മാറ്റുമ്പോൾ തന്നെ 2 ഘട്ടങ്ങളിലായി 1-2 ക്ലാസ്സിലെ അധ്യാപകർക്ക് ഡോക്ടർ ടി സ്ഥാപനത്തിലെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഒരു ഓൺലൈൻ പരിശീലനം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓൺലൈൻ പരിശീലനം അതുപോലെ ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 3-ാം ക്ലാസ്സിലെ പാട്ടും താളവും എന്ന് പറയുന്ന പാട്ടരങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഓൺലൈൻ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏറ്റവും പഴുതടച്ച രീതിയിൽ താഴെത്തട്ടിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളും വകുപ്പും തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ സെഷനുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സമയം ഏതെങ്കിലും ആവുന്നു, ആത്മീയമായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഒന്നാം കഴിയുന്ന സമയമായിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് പോകേണ്ടതുണ്ട്. ഒരു ദിവസം മുഴുവൻ ഇവിടെ നിങ്ങളുടെ സെഷനിൽ കഴിയണമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അൺഎയ്ഡഡ് അപ്രൂവൽ ആകാത്ത അധ്യാപകർ നമ്മുടെ TMS-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൗതികമായ എല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ആ സമയത്ത് സാറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാം വളരെ വെൽ പ്ലാൻഡ് ആണ്. ഇനി നമ്മളൊരു ഫീഡിംഗ് പോലെ കേട്ട് അതെടുത്ത് പോകുന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ ചെയ്യുന്നത്. എങ്ങനെയാണ് നല്ല സജീവമായിട്ടുള്ള ക്രിയേറ്റീവായുള്ള ചർച്ചകൾ എവിടെ നടക്കണം, ഓരോ സെഷനിലും ഉണ്ടാകണം. അങ്ങനെ ഓരോ സെഷനിലും കൃത്യമായ ക്രോഡീകരണങ്ങൾ ഉണ്ടാകണം. ആ ക്രോഡീകരണങ്ങൾ എന്തായാലും തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളിലൂടെ സമന്വയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിഭവത്തെ നമ്മൾ പരിവർത്തനം കൊണ്ടുപോകുന്ന രീതിയിലാക്കുന്നത് മാത്രമാണ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട കിച്ചൺ കോൺഫറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട VPC-യും അധ്യാപകരും അറിയിക്കും. അപ്പൊ അങ്ങനെ സജീവമായ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ മൊഡ്യൂളിനെ ഒന്ന് മെച്ചപ്പെടുത്തി ഏറ്റവും തെളിവുള്ള ഒരു മൊഡ്യൂളാക്കി മാറ്റി ഏറ്റവും മികച്ചപ്പെടാനും വരുന്ന അക്കാദമിക വർഷം നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ അധ്യാപക സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒപ്പം അതിന് നൽകുന്ന RP-മാരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളെയും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന ഒരു സ്പെല്ലിലേക്ക് ഇതിനെല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കിയുള്ള PRC-യിലെ മറ്റ് എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും SSK-ക്കും
പൊതുവിദ്യാഭ്യാസ വകുപ്പിനും വേണ്ടി അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.